അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലേ? അതേപോലെ ഒരു വെടിക്ക് രണ്ടു പക്ഷി, നെയ്യപ്പം തിന്നാൽ രണ്ട് കാര്യം. ഇതൊക്കെ നമ്മൾ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ അതിലും വലിയ ഓഫർ, മെഗാ ഓഫർ, ഡബിളും അല്ല, ത്രിബിള്, മൾട്ടിപ്പിൾ. ഒരാൾ വന്നിട്ട് യാറജുലൻ അത്താറജുലൻ ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ഒന്ന് പറയുന്നുണ്ട്, ഇന്നനി അസ്തഹിൽ ജിഹാദ വല അഖ്ദുറു അലൈഹി, എനിക്ക് യുദ്ധം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, വലിയ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് കഴിയില്ല. അതാ പ്രശ്നം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, യുദ്ധത്തിന് പോരണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമല്ല എനിക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത്. യുദ്ധത്തിന് അതിയായ മോഹവും എനിക്കുണ്ട്. അപ്പോൾ നബി തങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹൽ ബക്കിയമ്മ വാൽദൈക്ക് അഹദിൻ, എൻ്റെ പാരൻസ് ആരെങ്കിലും ഉണ്ടോ, മാതാപിതാക്കൾ ആരെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടോ? കാല, അദ്ദേഹം പറഞ്ഞു, ഉമ്മി, എൻ്റെ ഉമ്മ, മദർ ഇപ്പോഴും ഉണ്ട്. കാല, അപ്പോൾ അള്ളാന്റെ റസൂല് അദ്ദേഹത്തോട് പറയാ, നീ ഒരു കാര്യം ചെയ്യേ, ഖാത്തിലില്ലാഹി ഫീ ബിരിഹ, ഉമ്മാക്ക് നന്മ ചെയ്യുക, അതാണ് എൻ്റെ യുദ്ധം. എത്രത്തോളം ഉമ്മാക്ക് ഗുണം ചെയ്യാൻ കഴിയുമോ, നന്മ ചെയ്യാൻ കഴിയുമോ, ഖിദ്മത്ത് ചെയ്യാൻ കഴിയുമോ, സേവനം ചെയ്യാൻ കഴിയുമോ, ഉമ്മാനെ ചുറ്റിപ്പറ്റി സന്തോഷിപ്പിച്ച് പിന്നാലെ നടക്കുക, അതാണ് എൻ്റെ യുദ്ധം. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന യുദ്ധം അതാണ്. പൈതാ ഫാലത്ത, അത് ഓക്കെ ആണെങ്കിൽ ആ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ പരമാവധി നീ ശ്രമിച്ചാൽ, അന്ത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ, നീ നല്ലൊരു ഹാജിയാണ്, ഒരു ഉംറ നിർവഹിച്ചവനാണ്, നീ യോദ്ധാവുമാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചപ്പോൾ മൂന്ന് കിട്ടി. ഹജ്ജും ഉംറയും ജിഹാദും മൂന്നും ലഭിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം, ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം, ഉംറ ചെയ്തവരുടെ പ്രതിഫലം നിനക്ക് ലഭിക്കുന്നതാണ്. ത്രിബിളാണിപ്പോൾ, മെഗാ ഓഫറാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വെച്ചിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നബി തങ്ങൾ പറയുന്നത് കാണാം, മാമിൻ റജുലിൻ യൻദുറു ഇലാ വജ്ഹി വാലിദൈഹി, ഏതൊരാളും തന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ നദറ റഹ്മത്തിൻ, കാരുണ്യത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഹാപ്പിനെസ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുക, ഫ്ലോ ചെയ്യുക, തുറിച്ചു നോക്കുകയല്ല, വേദനിപ്പിക്കുന്ന നോട്ടമല്ല, കാരുണ്യത്തോടുകൂടെ നോക്കിയാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹജ്ജത്തൻ മഖ്ബൂല മബ്റൂറ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് അള്ളാഹുവിന് രേഖപ്പെടുത്തുന്നതാണ്, കണക്കാക്കുന്നതാണ്. ഒരൊറ്റ നോട്ടം കൊണ്ട് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരാൾ വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അറത്തു അൻ അഗ്സുവ വഖദ് ജീതു അസ്തശീറുക, എനിക്ക് യുദ്ധത്തിന് വരാൻ താല്പര്യമുണ്ട്, അതിന് നിങ്ങളോടൊന്ന് കൂടിയാലോചന നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഹൽ ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മ ഉണ്ടോ? ഖാല നഅം, പറഞ്ഞു ഓക്കെ, ഉമ്മ ഉണ്ട്. ഖാല ഫൽസംഹാ ഫഇന്നൽ ജന്നത ഇൻദ റിജ്ലിഹാ, ഉമ്മാനെ മുറുക്കി പിടിക്കുക, ഉമ്മാക്ക് സേവനം ചെയ്യുക, സ്വർഗം ഉമ്മയുടെ കാലടിക്ക് കീഴിലാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അലക്ക വാലിദാനി, നിനക്ക് മാതാപിതാക്കളുണ്ടോ? ഖുൽതുനാം, ഞാൻ പറഞ്ഞു ഓക്കെ ഉണ്ട്. ഖാല ഫൽസംഹുമാ, രണ്ടുപേരെയും, ഒരാളെയും തള്ളാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ഫഇന്നൽ ജന്നത തഹ്ത അർജുലിഹിമ, രണ്ടുപേരുടെയും കാലടിക്ക് കീഴിലാണ് സ്വർഗം നിലകൊള്ളുന്നത്. ചിലപ്പോൾ ചില ആളുകൾ ഉമ്മാനെ നന്നായിട്ട് കെയർ ചെയ്യും, നന്നായിട്ട് ശ്രദ്ധിക്കും, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ ഉപ്പാൻ അത്ര മെയിൻറ്റെയിൻ ചെയ്യില്ല, അത് ശരിയല്ല. രണ്ടുപേരുടെയും കാലടിക്ക് കീഴിലാണ് സ്വർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഓഫർ, സ്വർഗം വാങ്ങിക്കാനുള്ള ഒരവസരം, അതാണ് നമ്മുടെ പേരൻസ്, മാതാപിതാക്കൾ. അല്ലാഹു അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.